ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെയും ഇലക്ട്രിക് ബൈക്സിൻ്റെയൊക്കെ ഒരുപാട് റിവ്യൂസ് നമ്മുടെ ചാനൽ ത്രൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പകുതി വഴിയിൽ വെച്ച് ചാർജ് തീർന്നു പോയി. ആശാൻ ചാർജർ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ആ വണ്ടി പിന്നെ ഒരു 500 മീറ്റേഴ്സ് ദൂരത്താണ് വണ്ടി ബാറ്ററി തീർന്ന് നിന്നത്. അപ്പോൾ 500 മീറ്റർ വണ്ടി തള്ളിക്കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി അവൻ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് 2 വീലേഴ്സ് മേടിക്കുമ്പോൾ കിട്ടുന്ന പോർട്ടബിൾ ചാർജർ നമ്മൾ എപ്പോഴും വാഹനത്തിൽ തന്നെ കരുതേണ്ടത് ഒരു ആവശ്യകതയാണ്. അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ചാർജേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പബ്ലിക് ചാർജേഴ്സ് എവിടെയുണ്ടെന്ന് തപ്പി അവിടെ കൊണ്ടുപോയി തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇന്നിപ്പോൾ സംസാരിച്ച് വരുന്നത് ഓലയുടെ ഏറ്റവും പുതിയ റോഡ്സ്റ്ററിനെ പറ്റിയിട്ടാണ്. റോഡ്സ്റ്റർ നമുക്ക് ട്രിവാൻഡ്രത്തെ ഒല ഷോറൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പറാണ് ഇത് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഒല S1 Pro അല്ലെങ്കിൽ ഒല റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കഥ പറയാനായിട്ട് കാരണം, നമ്മുടെ ഓലയുടെ ഏറ്റവും പുതിയ റോഡ്സ്റ്റർ എന്ന ഈ വാഹനത്തിൻ്റെ ചാർജറിൻ്റെ പ്ലേസ്മെൻറ്റ് കണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആക്ച്വലി ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ഒരു വാഹനം ചാർജ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്, സീറ്റ് തുറന്നിട്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊക്കെ. എന്തായാലും ഞാനത് കാണിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. നമുക്കിതിൻ്റെ ചാർജറിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിട്ട് ഈ സീറ്റിൻ്റെ ഉള്ളിലായിട്ടാണ്. സോ ഫസ്റ്റ് നമുക്കിതിൻ്റെ സീറ്റിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഒലയുടെ റോഡ്സ്റ്ററിൻ്റെ ചാർജർ. പോർട്ടബിൾ ചാർജർ അല്ല, ഫിക്സ്ഡ് ആണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ ഇളക്കി വെക്കാനും സാധിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് നോർമൽ നമ്മുടെ വീട്ടിലെ പ്ലഗ്സിലൊക്കെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ ഈ ഒരു വയറിനെ കംപ്ലീറ്റ് ആയിട്ട് വണ്ടിയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലൂടെ ചാർജറിൻ്റെ വയറിനെ നമുക്ക് പുറത്തേക്കിടാം. അതായത് വാഹനം വീട്ടിലിപ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഈ വയറിനെ കറക്റ്റ് പുറത്ത് കൊണ്ടുവരാനായിട്ടൊരു ഗ്യാപ്പ് നൽകിയിട്ടുണ്ട് മാനുഫാക്ചർ തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് ഈ സീറ്റിനെ ലോക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനെ നേരെ നമ്മുടെ വീട്ടിൽ എവിടെയാണോ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള പ്ലഗ് പോയിൻ്റ് ഉള്ളത് അവിടെ കൊണ്ട് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സീറ്റ് തുറന്നിട്ട് വണ്ടി ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. സേഫായിട്ട് തന്നെ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു മെത്തേഡിലൂടെ മാത്രമല്ല നിങ്ങൾക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ വാഹനത്തിനെ ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൂടി മാനുഫാക്ചറർ നൽകിയിട്ടുണ്ട്. നമുക്ക് പബ്ലിക് ചാർജേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർട്ട് ത്രൂ ആണ് നിങ്ങളവിടെ ചാർജ് ചെയ്യേണ്ടത്. ചാർജിങ് ഗണ്ണ് ഇൻസേർട്ട് ചെയ്യുന്നൊരു പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പോർട്ടബിൾ ചാർജറിൻ്റെ ആ ഒരു ഫിറ്റ്മെൻറ്റും അതിൻ്റെ പ്ലേസ്മെൻറ്റും എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഇത് ആവശ്യമില്ലാതെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇളക്കി മാറ്റേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് ചാർജ് തീർന്നു പോയാലും തൊട്ടടുത്തൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ചാർജ് ചെയ്തോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു റോഡ്സ്റ്ററിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഇത് ഏത് കാറ്റഗറി ആൾക്കാരാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. സാധാരണ ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ചൂസ് ചെയ്യാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ ഡൈനാമിക്സ് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഹൈറ്റ് വന്നിട്ട് 172 ആണ്. എനിക്ക് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ പ്ലാൻ ഫുട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ കാല് വെക്കുന്നതും വളരെ ഒരു എന്താ പറയുക ഫ്രീ ആയിട്ട് ഇരുന്ന് പോകുന്ന ഒരു പൊസിഷനിലാണ് കാലൊക്കെ വെക്കാൻ പറ്റുന്നത്. അതായത് നോർമൽ നമ്മൾ വീട്ടിൽ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കാൽമുട്ടൊന്നും അധികം മടക്കാതെ കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ഇരിക്കുന്നോ അതേ ഒരു പോസ്റ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ് ആണെങ്കിലും ഒരുപാട് കുമ്പിട്ടും ഇരിക്കേണ്ട, ഒരുപാട് പിന്നിലോട്ടും ഇരിക്കേണ്ട, നോർമൽ ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് കിട്ടുന്നത്. സാധാരണ ഫാമിലി ഓറിയൻറ്റഡ് ഡ്രൈവ്സ് അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ സിറ്റി കമ്മ്യൂട്ടിങ്ങിനൊക്കെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റിംഗ് പോസ്റ്റർ, കംഫർട്ടബിളായിട്ട് പോവുക വരിക, ആ രീതിയിലൊരു പർപ്പസാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റായ X+ എന്ന വേരിയൻ്റാണ്. ഇതിന് 4.5 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. ഇതിന് താഴെ 2 ബാറ്ററി പാക്ക് വരുന്ന മോഡൽസ് കൂടിയുണ്ട്, 2.5ഉം 3.5ഉം. ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ ടോപ്പ് ക്ലെയിംഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ 252 ആണ്. ഇത് ക്ലെയിംഡ് മൈലേജ് ആണ്. സോ നമ്മുടെ പ്രാക്ടിക്കൽ കണ്ടീഷൻസിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരല്പം എന്തായാലും കുറവുണ്ടായിരിക്കാം. ഇനി ഇതിൻ്റെ ഒരു പ്രോ പാക്ക് ഉണ്ട്. അത് ഒരു 3 മാസത്തിനകത്താണ് ഡീലർഷിപ്പിൽ വരുമെന്നാണ് നമുക്കിന്ന് അറിയാൻ സാധിച്ചത്. അതിന് വന്നിട്ട് അറൗണ്ട് 9.2 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. 501 ആണ് അതിൻ്റെ ഈ പറഞ്ഞ ക്ലെയിംഡ് മൈലേജ്. പക്ഷേ അതെന്തായാലും 3 മന്ത്സിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ വാഹനം വരുമ്പോൾ അതിൻ്റെ വിശേഷവും കൂടി നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല്, അത് പ്രത്യേകിച്ചും ഓലയുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, ഞാൻ ഓലയുടെ S1 Pro Gen 2 എല്ലാം തന്നെ ഡ്രൈവ് ചെയ്ത സമയത്ത് അതിൻ്റെ റിവ്യൂവിൽ പറഞ്ഞതാണ്, വളരെ ഒരു സ്പെഷ്യൽ ഫീലാണ് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് നൽകുന്നത്. ഏറ്റവും പീക്ക് പവർ മോഡായിട്ടുള്ള സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആക്സിലറേഷൻ വല്ലാത്തൊരു ഫീലാണ്. അത് വന്നിട്ട് അതിൻ്റെ ടോപ്പ് സ്പീഡ് അറൗണ്ട് ഒരു 120 വരെ നമുക്ക് ക്ലോക്ക് ചെയ്യാനും സാധിക്കും. നമ്മൾ ഓൾറെഡി 2 പേരിരുന്ന് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇതാരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതൊന്നുമല്ല, വാഹനത്തിൻ്റെ ക്യാപ്പബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അല്ലാണ്ട് ആരെയും മോട്ടിവേറ്റ് ചെയ്ത് അപകടത്തിലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു രീതിയിൽ നമ്മൾ 2 പേരിരുന്ന് യാത്ര ചെയ്തപ്പോൾ എൻ്റെ
ബോഡി വെയിറ്റ് വന്നിട്ട് അറൗണ്ട് 70 ഉണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വെയിറ്റ് വന്നിട്ട് അറൗണ്ട് 85 ഉണ്ട്. സോ അപ്രോക്സിമേറ്റ് ഒരു 150+ കിലോഗ്രാം വെയിറ്റ് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരല്പം മെലിഞ്ഞിട്ടാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള ഒരല്പം തടിച്ചിട്ടാണ്. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബോഡി വെയിറ്റ് വെച്ച് വളരെ ആയാസം ഇല്ലാത്ത രീതിയിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു വാഹനം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആ ഒരു സ്പോർട്സ് മോഡിൽ. വണ്ടി എടുക്കുന്ന സമയത്ത് ആക്ച്വലി നോർമൽ മോഡിലായിരുന്നു. സോ നോർമൽ മോഡും ഒട്ടും മോശമെന്ന് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ ഓടിപ്പോകുന്നുണ്ട്. സിറ്റിയിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ നോർമലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്യാവശ്യം നല്ല പിക്കപ്പും കിട്ടുന്നുണ്ട്. എന്നാൽ തീരെ ഒരു ഹറിബറി എന്നുള്ള രീതിയിലല്ല, അത്യാവശ്യം പ്ലാൻഡ് ആയിട്ടാണ് വണ്ടി പോകുന്നത്. ഇനി മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇക്കോ മോഡ് ഇടാം. 42 km/h ആണ് മാക്സിമം ഇക്കോ മോഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വേഗത. സിറ്റി ഹെവി ട്രാഫിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡിൽ ഇട്ടാൽ നിങ്ങൾക്ക് മാക്സിമം റേഞ്ചും അവിടെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ രണ്ടുപേരിന്ന് യാത്ര ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ രണ്ടുപേരിന്ന് യാത്ര ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പോസ്റ്റർ ബാക്ക് സീറ്റിൽ ഉൾപ്പെടെ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ ഒരു വണ്ണമുള്ള ആളാണ് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പോലും ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ ബോഡിയിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മുടെ സീറ്റിംഗ് പോസ്റ്റർ. ഇപ്പോൾ ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. എൻ്റെ കാലിൽ ഇരിക്കുന്ന ഒരു പൊസിഷനും ഫ്രണ്ടിൽ അത്യാവശ്യം വണ്ണമുള്ള ഒരാൾ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പൊസിഷൻ ചേഞ്ചും അതിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. കാഴ്ചയ്ക്ക് ഈ ഒരു വാഹനം വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്തു, അതുള്ള കാര്യമാണ്. ഇതിൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലോഞ്ച് ചെയ്തപ്പോൾ ഈ വാഹനം വളരെ ചെറിയ വാഹനമായിട്ടാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. സോ പ്രത്യക്ഷത്തിൽ ഇതൊരു ചെറിയ വാഹനം തന്നെയാണ്. പക്ഷേ രണ്ടുപേർക്ക് പ്രാക്ടിക്കലി നല്ല രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അത്യാവശ്യം പവേർഡ് ആയിട്ടുള്ള മോട്ടർ ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ബാക്കി ഇരിക്കുന്ന ആളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഗ്രിപ്പോട് കൂടി ഒരു ഗ്രാബ് ഹാൻഡിൽ റിയറിൽ നൽകിയിട്ടുണ്ട്. അത് മെറ്റലാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് അതിൽ പിടിച്ചിരിക്കാം. പിന്നിലോട്ട് മറിഞ്ഞു പോകുന്നൊന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന രണ്ടുപേർക്കും സേഫായിട്ടിരുന്ന് പോകുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഓല ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വന്നിട്ട് അഡ്ജസ്റ്റബിൾ റിയർ സസ്പെൻഷനാണ്. 2 സസ്പെൻഷൻ വരുന്ന ടൈപ്പ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം വന്നിട്ട് ചെയിൻ ഡ്രിവൻ ആണ്. തൊട്ട് മുന്നേ ഞാൻ ചെയ്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് പേരൊന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. അവിടെ കമൻറ്റിൽ അടി ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ബെൽറ്റ് പൊട്ടി പോകുന്നു, അത് പോയി ഇത് പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ. എനിവേ ചെയിൻ ഡ്രിവൺ ആയിട്ടുള്ളൊരു വാഹനം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇനി ചെയിൻ പൊട്ടിപ്പോയി എന്നുള്ള പറഞ്ഞ് നിങ്ങളവിടെ അടി ഓടിക്കുകയുള്ളൂ. ചെയിനിന് അത്യാവശ്യം നല്ലൊരു ബിൽ ക്വാളിറ്റിയിലുള്ള ചെയിൻ കവർ കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. വാഹനത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ മോഡ്യൂൾ, ബാറ്ററി, മോട്ടർ എല്ലാം തന്നെ ഈ ഒരു സൈഡ് ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഒരു ബോക്സ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ ഒരു ആരാധകനല്ല ഞാൻ. ഒരു എഞ്ചിൻ്റെ ഒരു ഡമ്മി ഷേപ്പിലൊക്കെ ചെയ്ത് അതൊരു രസമായിട്ട് വയ്ക്കാം എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ഒരു ലുക്കിന് മാച്ചാകുന്ന രീതിയിൽ ഓല അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു എയർ വെൻറ്റ് പോലത്തെ ഏരിയയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു പരിധിവരെ ബാറ്ററി കൂളിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റേഡിയേറ്റർ പോലെയൊക്കെ തന്നെ ഒരു ഫീല് തരുന്നുണ്ട്. ക്രാഷ് കാർഡ് നമുക്കതിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഷോക്ക് വന്നിട്ട് നോർമൽ ടെലിസ്കോപ്പിക് ഷോക്ക് തന്നെയാണ്. അത്യാവശ്യം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ യൂണിറ്റാണ് ഓലയ്ക്ക് വന്നിട്ടുള്ളത്. തീരെ ഹാർഡും അല്ല, എന്നാൽ തീരെ സോഫ്റ്റും അല്ല. ഹൈവേ സിറ്റി ഡ്രൈവിനൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് ഗട്ടറുള്ള സ്ഥലത്തുകൂടി ഓടിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഇടി നമുക്ക് ബാക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കും ആ ഫീൽ തന്നെയാണോ എന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇടുക. ഇനി ഞാൻ ജസ്റ്റ് വാഹനത്തിൻ്റെ സ്വിച്ചസ് എല്ലാം തന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് മോഡിൻ്റെ ഒരു സ്വിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് താഴെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണുണ്ട്. ഡ്രൈവ് മോഡ്സ് മാറ്റുന്നതിന് ഒരു ബട്ടണുണ്ട്. പിന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഈ ഒരു സൈഡിൽ നൽകിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാം. സ്പീഡോമീറ്റർ വന്നിട്ട് അത്യാവശ്യം ചെറിയൊരു സ്പീഡോമീറ്റർ കൺസോളാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു 4.5 ആയിരിക്കും ഇതിൻ്റെ ഓവറോൾ ഒരു സൈസ്. അത് കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൽ ടോട്ടൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്, ട്രിപ്പ് മീറ്റർ ഇപ്പോൾ നിലവിൽ 0-ലാണ് നിൽക്കുന്നത്. അതുപോലെ വെഹിക്കിളിൻ്റെ സ്പീഡ്, സ്റ്റാൻഡ് ഇപ്പോൾ എനേബിൾഡ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പാർക്കിങ്ങിലാണ് വെഹിക്കിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇവിടെയായിട്ട് റേഞ്ച് ഇപ്പോൾ നിലവിലുള്ളത് എത്രയാണ്, 97 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ചാണ് കാണിക്കുന്നത്. അതുപോലെ ബാറ്ററി പെർസെൻറ്റ് വന്നിട്ട് 58%. ഇനി ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു വാഹനത്തിന് ഡ്രൈവ് ബൈ വയർ എന്ന് പറയും പോലെ ബ്രേക്കും വയേർഡാണ്. അതായത് ബ്രേക്കിന് നമ്മളുടെ പഴയ വാഹനങ്ങളിൽ വരുന്ന പോലത്തെ സിസ്റ്റംസ് ഒന്നുമല്ല, ബൈ വയറാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം തന്നെ വരുന്നത്. ഫ്രണ്ടിലും ബൈ വയറാണ്, ബാക്കിലും ബൈ വയറാണ് ഇതിൻ്റെ ഓവറോൾ വർക്കിംഗ് വരുന്നത്. പക്ഷേ അതിലെനിക്ക് ഒരു ചെറിയ നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നത് ഈ ഒരു റിയർ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. അത് മേ ബി ഈ ഒരു വാഹനത്തിൻ്റെ പ്രശ്നമായിരിക്കാം.
വാഹനം ഓടിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിയർ ബ്രേക്ക് ചെയ്യുന്ന അത്രത്തോളം നല്ലൊരു ഫീല് കിട്ടുന്നില്ല. ഒരു ഫീഡ്ബാക്ക്, ആ ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി. അത് പിന്നെ നമുക്ക് മാനുവലായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് ബാക്കിൽ ഡ്രം ബ്രേക്കാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്ത് ബ്രേക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന ആക്ഷൻ വളരെ മിനിമലാണ്. അത് മേ ബി ബ്രേക്ക് ടൈറ്റ് ചെയ്തതിൻ്റെ ആ ഒരു കാലിബ്രേഷൻ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മാറുമായിരിക്കാം. ഫ്രണ്ട് ബ്രേക്ക് നമ്മുടെ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല ബൈറ്റുള്ള ഡിസ്ക് ബ്രേക്സ് തന്നെയാണ്. ഇതിൻ്റെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓല വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് പ്രീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ബ്രേക്കിൻ്റെ ബൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഓല ഓൾറെഡി പാറ്റൻ്റ് എടുത്തൊരു ടെക്നോളജിയാണ്. നമ്മൾ നോർമലായിട്ട് വാഹനത്തിന് റീജൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ ഒരു ആക്സിലറേറ്ററിനെ റിട്ടേൺ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് റീജൻ അപ്ലൈ ആവുന്നത്. അത് ഇന്ന് നിലവിൽ മാർക്കറ്റിലുള്ള ഒരുവിധം എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഈ സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഓലയുടെ ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസേജ് ബ്രേക്കിങ്ങിൽ ഈ ഒരു കൺട്രോളിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റീജനായിട്ട് മോട്ടർ കൂടി ഒന്ന് ആക്ട് ചെയ്യും. സോ ബ്രേക്കിംഗ് എഫിഷ്യൻസി നിങ്ങൾക്ക് അത് ത്രൂ കൂട്ടാനായിട്ട് സാധിക്കും. ആ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ റേഞ്ചും അത് ത്രൂ കൂട്ടാനായിട്ട് സാധിക്കും എന്നാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വെഹിക്കിൾ അത് എനേബിൾഡ് അല്ല. സോ എനേബിൾ ചെയ്തൊരു വാഹനം കിട്ടുകയാണെങ്കിൽ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ബൈക്ക്, അത്രയേ ഉള്ളൂ. ഒരുപാട് ആഡംബരമെന്നൊന്നും പറയാനായിട്ടില്ല. വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു LED യൂണിറ്റാണ് വാഹനത്തിന് ഹെഡ് ലാമ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീം, ലോ ബീം എല്ലാം തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. DRL കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിൽ കണ്ട അതേ മോഡൽ ഇൻഡിക്കേറ്റേഴ്സാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. ചെറിയൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തോന്നിയത് ഈ ഒരു ചാർജറിൻ്റെ ക്യാപ്പിൻ്റെ കാര്യത്തിലാണ്. അത് അത്ര ഒരു ബലമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ കയറി ആരും ഊഞ്ഞാലാടാനായിട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇത്രയും മതിയായിരിക്കാം. എനിവേ, ഇതാണ് ഒല റോഡ്സ്റ്ററിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തന്നെ. വാഹനത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാം. എനിക്ക് അറിവുള്ള കാര്യമാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യാം. അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ചറിഞ്ഞതിന് ശേഷം റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് വന്നിട്ട് അപ്രോക്സിമേറ്റ് 1 month ആണ്. ഇന്ന് ബുക്ക് ചെയ്താൽ 1 മാസത്തിലേ നിങ്ങൾക്ക് ഡെലിവറി കിട്ടത്തുള്ളൂ. ഈ ഒരു ടോപ്പ് ആൻഡ് മോഡൽ 1.5 ലക്ഷം രൂപ അടുപ്പിച്ചാകുന്നുണ്ട് ഓൺ റോഡ് ഇറങ്ങുന്നതിന് ട്രിവാൻഡ്രത്തെ പ്രൈസിങ്. അപ്പോൾ വാഹനം നിങ്ങളുടെ ഫീഡ്ബാക്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഫീച്ചർ കൂടി എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. പല വാഹനങ്ങളിലും റിവേഴ്സ് മോഡുണ്ട്. അത് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു വാഹനത്തിനെ ഞാനിപ്പോൾ ഒന്ന് എൻജിൻ ഓൺ ചെയ്തു റിവേഴ്സിലോട്ടാക്കാൻ പോവുകയാണ്. ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ സപ്പോസ് ഒരു കയറ്റത്തിലൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഒന്ന് പിന്നിലോട്ട് എടുത്താലേ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നിലോട്ട് ട്വിസ്റ്റ് ചെയ്താൽ 2 km/h വണ്ടി പിന്നിലോട്ട് പോകും. ഇനി വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഡ്രൈവ് മോഡ് മാറ്റിയാലേ പറ്റൂ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആക്സിലേറ്റർ കൊടുത്താൽ മതി, വണ്ടി മുന്നോട്ട് പോകുള്ളൂ. ഇത് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ്. സോ വെറുതെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ വണ്ടി ഊഞ്ഞാലാട്ടി കളിക്കാം. അതുപോലെ തന്നെ പാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. വാഹനത്തിൻ്റെ ഓവറോൾ ഫീഡ്ബാക്ക് വെച്ച് നോക്കിയാൽ സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ നല്ലൊരു ഇലക്ട്രിക് 2-വീലറാണ്. ഇതിൻ്റെ സർവീസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഫ്യൂച്ചറിൽ അറിയാനായിട്ട് സാധിക്കും. അതൊക്കെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.